ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ജയിച്ചാൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാം. ജീവൻ പറഞ്ഞ പോരാട്ടത്തിന് പഞ്ചാബ് മുംബൈയും ഇന്ന് നേർക്കുനേർ വരാൻ പോവുകയാണ്. സോ IPL 18ാം സീസൺ അതിൻ്റെ ആവേശകരമായിട്ടുള്ള പ്ലേ ഓഫ് പോരാട്ടങ്ങളിലേക്ക് കടക്കാൻ പോകുമ്പോൾ പ്ലേ ഓഫ് ഉറപ്പിച്ച 4 വമ്പൻ ടീമുകളും ലക്ഷ്യമിടുന്നത് ആദ്യ 2 സ്ഥാനങ്ങൾ ടോപ്പ് 2 ഫിനിഷ് സാധ്യമാക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് 2 ഫിനിഷ് ചെയ്താൽ നമുക്കറിയാം ഒന്നാം ക്വാളിഫയറിൽ ഏറ്റുമുട്ടാൻ സാധിക്കും. ഇനി അഥവാ ഒന്നാം ക്വാളിഫയറിൽ ജയിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഫൈനൽ ടിക്കറ്റും, തോൽക്കുകയാണെങ്കിൽ ഒരു ലൈഫിൽ എന്ന വണ്ണം ക്വാളിഫയർ 2-ൽ മത്സരിക്കാനും സാധിക്കും. അതിനാൽ തന്നെ അതിനിർണായകമായിട്ടുള്ള ടോപ്പ് 2 ഫിനിഷ് സാധ്യമാക്കാനാണ് പ്ലേ ഓഫ് ഉറപ്പിച്ച 4 വമ്പൻ ടീമുകളും ഒരുപോലെ പരിശ്രമിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആ ഒരു ട്രെൻഡിന് വിപരീതമായിട്ടാണ് പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമുകളെല്ലാം തുടർച്ചയായിട്ട് മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം GT പരാജയപ്പെട്ടു. അവസാനം കളിച്ച 2 മത്സരങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി ഗുജറാത്തിൻ്റെ ടോപ്പ് 2 ഫിനിഷും ഏതാണ്ട് തുലാസിലായ അവസ്ഥയാണ്. അപ്പോൾ ഇന്നിതാ ടോപ്പ് 2 ഡിസൈഡേഴ്സിനെ അല്ലെങ്കിൽ ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യുന്ന ഒരു ടീമിനെ എന്തായാലും ഇന്നത്തെ പോരാട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. പഞ്ചാബ് വേഴ്സസ് മുംബൈ തകർപ്പൻ പോരാട്ടം. ജയിക്കുന്ന ടീമിന് ആദ്യ 2 സ്ഥാനങ്ങളിൽ സീസൺ അവസാനിപ്പിക്കാം. സോ ആരാകും, പഞ്ചാബോ അതോ മുംബൈ ഇന്ത്യൻസോ? സോ PBKs വേഴ്സസ് MI മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ചെന്നൈയോട് പരാജയപ്പെട്ടതോടുകൂടി ഇന്നത്തെ മത്സരം അത് അതിനിർണായകം തന്നെയാണ്. കാരണം പഞ്ചാബ് വേഴ്സസ് മുംബൈ ജയിക്കുന്ന ടീമിന് ഇന്ന് ജയിക്കുന്ന ടീമിന് ടോപ്പ് 2-ൽ ഉറപ്പായിട്ടും ഒരു സ്ഥാനം ലഭിക്കും. അതിനുശേഷം 27-ാം തീയതി RCBക്ക് ഒരു മത്സരമുണ്ട് SRHനെതിരെ. സോ ആ ഒരു മത്സരത്തിൽ RCB ജയിക്കുകയാണെങ്കിൽ ടോപ്പ് 2-ലെ രണ്ടാമത്തെ ടീമായി RCB എത്തും. അതല്ല മറിച്ചാണ് ഫലമെങ്കിൽ GT ടോപ്പ് 2-ൽ ഫിനിഷ് സാധ്യമാക്കുകയും ചെയ്യും. സോ എന്നിരുന്നാലും അതിനിർണായക പോരാട്ടമാണ് ഇന്നത്തെ മത്സരം, പഞ്ചാബ് വേഴ്സസ് മുംബൈ. സോ ഇരു ടീമുകളുടെ സാധ്യത 11 നമുക്ക് തുടക്കത്തിൽ പരിശോധിക്കാം. PBKസിലേക്ക് വരികയാണെങ്കിൽ പ്രഭ്സിമ്രൻ സിംഗ്, അതോടൊപ്പം തന്നെ യുവതാരം പ്രിയാൻ ഷാരി ഓപ്പണിംഗ് സഖ്യമായിരിക്കും വരാൻ പോകുന്നത്. ജോഷ് ഇംഗ്ലിസ്, നെഹാൽ വധേര, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, ശശാങ്ക് സിംഗ്, മാർക്കസ് ടോയിനിസ്, അസ്മത്തുള്ള ഒമർസായ്, മാർക്കോ ജോൺസൺ. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത യുവതാരം സ്പിൻ ബോളർ ഹർപ്രീത് ബ്രാർ, അർഷ്ദീപ് സിംഗ് എന്നിവർ PBKസിന് വേണ്ടി അണിനിരക്കും. ഒപ്പം ഇംപാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് വൈശാഖ് വിജയകുമാറിനോ അല്ലെങ്കിൽ യുസ്വേന്ദ്ര ചഹലിനോ, സേവിയർ ബട്ട്ലറ്റിനോ, മിച്ചൽ ഓവനെയോ നമുക്ക് പ്രതീക്ഷിക്കാം. ചഹലിൻ്റെ കാര്യത്തിലേക്ക് വരണമെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കളിച്ചിരുന്നില്ല. സോ അദ്ദേഹത്തിന് ചെറിയൊരു പരിക്കിൻ്റെ അപ്ഡേറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചഹലിന് ഇന്നത്തെ മത്സരം നഷ്ടമായേക്കും. മുംബൈയിലേക്ക് വരുവാണെങ്കിൽ ജോണി ബെയർസ്റ്റോ അവരുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം റയാൻ റിക്കൾട്ടിന് പകരമാണ് ജോണി ബെയർസ്റ്റോ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ക്വാഡിലേക്ക് വരുന്നത്. കാരണം അവസാന ലീഗ് പോരാട്ടത്തിന് ശേഷം പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് റിക്കൾട്ടാണ് മുംബൈ ജേഴ്സിയിൽ ഉണ്ടായിരിക്കില്ല. സോ റിക്കൾട്ടിന് പകരമാണ് ജോണി ബെയർസ്റ്റോയെ പഴയ പഞ്ചാബ് താരം കൂടിയായിട്ടുള്ള ബെയർസ്റ്റോയെ മുംബൈ സ്വന്തമാക്കിയിട്ടുള്ളൂ. സോ ബെയർസ്റ്റോ കഴിഞ്ഞ ദിവസം മുംബൈയുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല. എന്നാൽ പ്ലേ ഓഫ് പോരാട്ടങ്ങളിലേക്ക് വരുമ്പോൾ ബെയർസ്റ്റോ മുംബൈയുടെ നിരയിൽ റിക്കൾട്ടിന് പകരമായി ഉണ്ടായിരിക്കും. റയാൻ റിക്കൾട്ടൻ, രോഹിത് ശർമ്മ ഓപ്പണിംഗ് സെക്കൻഡ് തന്നെ ആയിരിക്കും മുംബൈക്ക് ഇന്നും വേണ്ടി വരാൻ പോകുന്നു. 1 ഡൗണിൽ ലീഡിംഗ് റൺ സ്കോറർ സൂര്യകുമാർ യാദവും, തിലക് വർമ്മ, വിൽ ജാക്സ്, നമൻദീർ, ഹാർദിക് പാണ്ഡ്യ, മിൽച്ചർ സന്നർ, ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹാർ എന്നിവരായിരിക്കും മുംബൈ ഇന്ത്യൻസിന് സാധ്യത 11. ഒപ്പം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസായിട്ട് കോർബിൻ ബോസ്റ്റിനെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതാണ് മുംബൈയുടെ ഒരു സാധ്യത സ്കോഡ് എന്ന് പറയുന്നത്. ഇനി പിച്ച് റിപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ ജയ്പൂരിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള സവായ് മാൻസിംഗ് സ്റ്റേഡിയം ജയ്പൂരിലാണ് പഞ്ചാബ് മുംബൈയും തമ്മിലുള്ള അവസാന ലീഗ് പോരാട്ടം നടക്കാൻ പോകുന്നത്. ബാറ്റർമാർക്കും ബോളർമാർക്കും ഒരുപോലെ ആനുകൂല്യം നൽകുന്നൊരു പിച്ചാണ്. ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 165. സോ മോസ്റ്റ് പ്രോബബ്ലി ടോസ് വിന്നിംഗ് ക്യാപ്റ്റൻസ് ചേസിങ്ങിനുള്ള തീരുമാനം തന്നെയാണ് കൂടുതലായും പിച്ചിലെടുക്കാറുള്ളത്. സോ ബോളർമാർക്കും ബാറ്റർമാർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ആനുകൂല്യം ലഭിക്കുന്ന ഒരു പിച്ചാണ് ജയ്പൂരിലേത്. സോ അതിനാൽ തന്നെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയുമുള്ള 2 വമ്പൻ ടീമുകളാണ് നിർണായക പോരാട്ടത്തിന് അണിനിരക്കാൻ പോകുന്നത്. ജയിച്ചാൽ ടോപ്പ് 2, തോറ്റാൽ പ്ലേ ഓഫിലേക്ക് എത്താൻ പോകുന്ന 4ാം സ്ഥാനക്കാരായിട്ടായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.